വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിരന്തരമായി SITയിലെ സൂപ്രണ്ടുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്നലെ രാത്രി പുലർച്ചയോടടുത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈദ്യശാസ്ത്രത്തിന് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടെല്ലാം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. വൈദ്യശാസ്ത്രത്തിന് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പേവിഷബാധയ്ക്കെതിരെ ഉള്ള ഒരു ഡോഗ് ബൈറ്റോ ക്യാറ്റ് ബൈറ്റോ മറ്റ് മൃഗങ്ങളുടെ കടി ഏൽക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിലുള്ള പ്രതിരോധ മാർഗം വാക്സിനാണ്. വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനുമാണ്. മറ്റൊരു മാർഗം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ മാർഗം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെ നമ്മുടെ സർക്കാർ ആശുപത്രികളിലൂടെ വിതരണം ചെയ്ത വയൽ, ഒരു കുപ്പി, ആ ഒരു വയൽ എത്ര വയൽ വാക്സിനാണ്? 1,69,000 പരം വയലുകൾ, കുപ്പി, അത്രയും ബോട്ടിലാണ് വാക്സിനാണ് ഈ 3 മാസം നമ്മൾ സർക്കാർ ആശുപത്രികളിലൂടെ അത്രയും ബോട്ടിലുകളിലെ മരുന്നാണ് കൊടുത്തിട്ടുള്ളത്, വാക്സിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒരു 1 ml മതിയാകും. അപ്പോൾ 1 ml ഉപയോഗിക്കുമ്പോൾ ഒരു വയലിലെ വാക്സിൻ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാം. ചില ബോട്ടിലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പോൾ 2-3 പേർക്ക് ഉപയോഗിക്കാം, ചിലപ്പോൾ 5 പേർക്ക് വരെ ഉപയോഗിക്കാം. അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത് ടൈപ്പ് 3 വൂണ്ടിലാണ്, കാറ്റഗറി 3 വൂണ്ടിലാണ്. 69,000 പരം വയൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്യാറ്റ് ബൈറ്റോ ഡോഗ് ബൈറ്റോ മറ്റ് ആനിമൽ ബൈറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക് കാണാനായിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ വയലിൻ്റെ എണ്ണം ഒരു വയലിൽ ഒരാൾക്കല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ചിട്ടുള്ള ഏകമാർഗമായിട്ടുള്ള വാക്സിൻ, അതാണ് WHO-യുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വാക്സിൻ പോളിസി അനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ നൽകുന്നത്. അതിൽ മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യം ഡോക്ടേഴ്സ് പറയും. 2022 സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളൊരു സമിതിയെ വെച്ചിരുന്നു. അതിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെ ആ സമിതിയിൽ വെച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വാക്സിൻ ഫലപ്രദമാണോ എന്നുള്ളത് അറിയാൻ കഴിയുക? ആ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും, വൈറസിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ശാസ്ത്രീയമായ രീതി മനുഷ്യ ശരീരത്തിൽ വാക്സിൻ എടുത്തിട്ടുള്ള വ്യക്തിയിൽ ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. കേരള സംസ്ഥാന സർക്കാർ വെച്ച ഈ സമിതി നടത്തിയ പരിശോധനയിൽ, സാമ്പിൾ എടുത്ത് നടത്തിയ പരിശോധനയിൽ വാക്സിൻ എടുത്ത എല്ലാ ആളുകളിലും 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml, അല്ലേ, അത്രയുമാണ് കണ്ടൻറ്റ് ഉണ്ടാകേണ്ടത് ആൻറ്റിബോഡി. അതിൽ കൂടുതൽ ആൻറ്റിബോഡി ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വാക്സിൻ എടുത്ത എല്ലാവരിലും ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു സ്റ്റഡി നടത്തിയത് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ചിന്തയാണ്. ഡോക്ടർ ചിന്ത 150 സാമ്പിൾസ് എടുത്തു. ആ 150 സാമ്പിളുകളും 150 പേരിലെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോഴും ഈ 5 വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്തവരിൽ 2024 ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. 100% അതിൻ്റെ എഫിഷ്യൻസി. 20 വർഷത്തിനുള്ളിൽ എടുത്തവരിൽ 93% എഫിഷ്യൻസി. വാസ്തവത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഈ 93% പറയുന്നില്ല, അതിലും താഴെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യ പ്രവർത്തകർ അത്ര കൃത്യമായിട്ട് വാക്സിൻ നൽകുന്നു എന്നുള്ളതാണ്. ബാക്കി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡേറ്റ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ